ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ LP സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ 516/2019 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ പഴയ ലിസ്റ്റില്, അതായത് ക്യാൻസൽ ആയ ലിസ്റ്റില് കുറച്ച് വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട്. എത്രത്തോളം വേക്കൻസി ഉണ്ടെന്നും വേക്കൻസിയുടെ ഏകദേശം ഒരു ഐഡിയ ആണ്. കറക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക വേക്കൻസിയുടെ കാര്യം. ഓപ്പൺ കോമ്പറ്റീഷൻ എത്ര പോയി, ടോട്ടൽ അഡ്വൈസ് എത്ര പോയി, ഈ പറയുന്നത് പുതിയ ലിസ്റ്റ്, ഇപ്പൊ ആക്റ്റീവായ പുതിയ ലിസ്റ്റിലെയും കൂടെ ഉദ്യോഗാർത്ഥികൾ കാണാനൊന്ന് ശ്രമിക്കുക. അതിനകത്തും, അതായത് പുതിയ ലിസ്റ്റിലും കുറച്ച് വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം പഴയ ക്യാൻസൽ ആയ ലിസ്റ്റിന്റെ ഓപ്പൺ കോമ്പറ്റീഷൻ എത്ര പോയി, ടോട്ടൽ അഡ്വൈസ് എത്രയാണ്, പുതിയതായിട്ട് ഏകദേശം എത്ര വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് 425 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 375 ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 519 ആണ്. വേക്കൻസി ഏകദേശം ഒരു 18 വേക്കൻസിയും കൂടെ അവിടെ ആഡ് ആയിട്ടുണ്ട്. കൊല്ലത്ത് 431 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 294 റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 367 ആണ്. ഏകദേശം ഒരു 21 വേക്കൻസികൾ അവിടെ ആഡ് ആയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 286 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 220 ആൾക്ക് വരെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 256 ആണ്. ടോട്ടൽ വേക്കൻസി ഏകദേശം 2 അവിടെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. ആലപ്പുഴയിൽ 375 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 179 ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 210 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. 29, ഏകദേശം ഒരു 29 വേക്കൻസി കൂടെ ഇനി അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. കോട്ടയത്ത് 290 ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 157 റാങ്കുകാരന് വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് അവിടെ 202 ആണ്. ഏകദേശം ഒരു 18 വേക്കൻസികളും ഇനി അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. ഇടുക്കിയിൽ 291 ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 89 റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 112 ആണ്. 19 വേക്കൻസികൾ അവിടെ ആഡ് ആയിട്ടുണ്ട്. എറണാകുളത്ത് 365 ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 228 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 271 ആണ്. ഏകദേശം ഒരു 22 വേക്കൻസികൾ അവിടെ ആഡ് ആയിട്ടുണ്ട്. തൃശ്ശൂർ 445 ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. 324 ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് അവിടെ 395 ആണ്. ഏകദേശം ഒരു 14 വേക്കൻസികൾ അവിടെ അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. പാലക്കാട് 434 ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 222 ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. 268 ആണ് ഇവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. ഏകദേശം ഒരു 6 വേക്കൻസിയോളം അവിടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. മലപ്പുറത്ത് 987 ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 973 വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 1185. ഏകദേശം ഇനി ഒരു 30 വേക്കൻസി അടുപ്പിച്ച് അവിടെ അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. അപ്പം മലപ്പുറം ഏകദേശം ലിസ്റ്റ് കംപ്ലീറ്റ് ആവും എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്ത കോഴിക്കോട് 398 ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 379 റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് അവിടെ 482 ആണ്. ഏകദേശം ഒരു 12 വേക്കൻസി അടുപ്പിച്ച് അവിടെ അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. വയനാട് 391 ആണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ. 77 റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് 106. ഇനി ഒരു ഏകദേശം ഒരു 19 വേക്കൻസിയും കൂടെ അവിടെ അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. കണ്ണൂർ 391 ആണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 89 റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 154. ഏകദേശം ഇനി ഒരു 10 വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. കാസർഗോഡ് 598 ആണ് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 277 റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 416 ആണ്. ഏകദേശം ഇനി ഒരു വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. അപ്പോൾ വേക്കൻസിയുടെ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റായിട്ട് ചെക്ക് ചെയ്തെടുത്തിട്ടില്ല, ഏകദേശം ആണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വേക്കൻസിയുടെ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഈ ലിസ്റ്റ് ക്യാൻസൽ ആയി, പുതിയ ലിസ്റ്റ് ആക്റ്റീവായി. അപ്പം ഈ പറയപ്പെടുന്ന വേക്കൻസിക്കും കൂടെ ഇനി ഈ പഴയ ലിസ്റ്റിന് കൂടെ ഇനി അഡ്വൈസ് ഉടനെ അയക്കാനുണ്ട്. അതോടെ അയച്ചു കഴിയുമ്പോഴത്തേന് ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ അതാണ് പഴയ ലിസ്റ്റിന്റെ കാര്യം. ഇനി പുതിയ ലിസ്റ്റ് 709/2023 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ. അപ്പൊ അതിനകത്ത് റാങ്ക് ലിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളോട് നോക്കാം. തിരുവനന്തപുരത്ത് ഷോർട്ട് ലിസ്റ്റിൽ ഈ 580 പേരാണ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഒരാൾ കുറഞ്ഞ് 579 പേരാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ളത്. വേക്കൻസി 25 വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ആയിട്ടുണ്ട്. കൊല്ലത്ത് ഷോർട്ട് ലിസ്റ്റിൽ 481 പേരാണ്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 480, അവിടെ ഒരാൾ അവിടെ കുറഞ്ഞിട്ടുണ്ട്. വേക്കൻസി 20 വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ആയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 307 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 307 പേര് തന്നെ റാങ്ക് ലിസ്റ്റിലുണ്ട്. വേക്കൻസി 4 അവിടെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. ആലപ്പുഴയിൽ 264 ആണ്
ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ ഒരാൾ അവിടെ കുറഞ്ഞു, 263, 4 വേക്കൻസി അവിടെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. കോട്ടയത്ത് 205 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്, 203 പേരാണ് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് ഉള്ളത്. അവിടെ 2 പേർ അവിടെ കുറഞ്ഞിട്ടുണ്ട്, 18 വേക്കൻസി അവിടെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഇടുക്കിയിൽ 150 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഒരാൾ അവിടെ കുറഞ്ഞു, 149 പേരാണ് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിലുള്ളത്. വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. എറണാകുളത്ത് 279 ആണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്, 274 പേരെ റാങ്ക് ലിസ്റ്റിലുള്ളൂ, 5 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. തൃശ്ശൂർ 503 ആണ് ടോട്ടൽ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്, 500 പേരേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റിൽ 3 പേര് അവിടെ കുറഞ്ഞിട്ടുണ്ട്. വേക്കൻസി 21 റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി പാലക്കാട് 349 ആണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്, റാങ്ക് ലിസ്റ്റിലും 349 പേര് തന്നെ ഉണ്ട്, 5 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. മലപ്പുറത്ത് 1553 ആണ് മെയിൻ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ, 1550 പേരെ റാങ്ക് ലിസ്റ്റിലുള്ളൂ, അവിടെ 3 പേര് കുറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. കോഴിക്കോട് 606 ആണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്, റാങ്ക് ലിസ്റ്റിലും 606 പേര് തന്നെ ഉണ്ട്, 2 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. വയനാട് 152 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്, റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 150 പേരായി, 2 പേർ അവിടെ കുറഞ്ഞിട്ടുണ്ട്. വേക്കൻസി 1 റിപ്പോർട്ട് ആയിട്ടുണ്ട്. കണ്ണൂർ 200 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്, റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 199 ഒരാൾ അവിടെ കുറഞ്ഞിട്ടുണ്ട്. വേക്കൻസി 8 റിപ്പോർട്ട് ആയിട്ടുണ്ട്. കാസർഗോഡ് 505 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നത്, റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 504 പേരായി, ഒരാൾ അവിടെ കുറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പൊ ഈ വേക്കൻസിയുടെ കാര്യം മിക്ക ജില്ലകളിലും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. അത് 1/6/2025 അത് ആക്റ്റീവ് ആവുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ വേക്കൻസി പുതിയ ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്വൈസ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം ടോട്ടൽ ഈ 14 ജില്ലയിലും കൂടെ കഴിഞ്ഞ വർഷം 6107 പേരാണ് ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴ് 6113 പേരാണ്, ഏകദേശം ഒരു 6 പേരോളം അവിടെ ഈ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ആൾക്കാർ കൂടുതലുണ്ട്, എല്ലാ ജില്ലകളോട് ചേർത്ത്. അപ്പൊ ഈ പറയപ്പെടുന്ന, അതായത് ഇനിയിപ്പം വരുന്നത് ലിസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ആകുന്നത് ഈ പുതിയ ലിസ്റ്റായ 709/2023 എന്ന് പറയുന്ന ലിസ്റ്റിലൊക്കെ ആയിരിക്കും ഇനി ആക്റ്റീവ് ആകുന്നത്. ഒരു കാര്യം പറയാനുണ്ട്, ഈ വേക്കൻസി റിപ്പോർട്ട് ആയതെല്ലാം ഫ്രഷ് വേക്കൻസി ആണ് ഇപ്പോൾ തൽക്കാലം റിപ്പോർട്ട് ആയിരിക്കുന്നത്. എൻജെഡി ഒന്നും റിപ്പോർട്ട് ആയിട്ടില്ല പുതിയ ലിസ്റ്റിലേക്ക്. അപ്പം ഈ എൻജെഡി വരുന്നതിന് മുമ്പിട്ട് ഇപ്പം എക്സാമ്പിൾ പറയാൻ തിരുവനന്തപുരത്ത് 25 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 25 വേക്കൻസിക്ക് വേണമെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കാം. കൊല്ലത്ത് 20 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്, 20 വേക്കൻസി വേണമെങ്കിൽ നമുക്ക് റൊട്ടേഷൻ തയ്യാറാക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റൊട്ടേഷൻ തയ്യാറാക്കി ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം, സമയം പോലെ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി പുതിയ ലിസ്റ്റിന്റെ അഡ്വൈസ് അയക്കുന്ന അത് മുതൽ നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. ചാനൽ നേരത്തെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മളിൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്പ് നമ്മൾ അഡ്വൈസ് വരുന്നതും വേക്കൻസി റിപ്പോർട്ട് ആവുന്നതും എല്ലാം നമ്മൾ അതിന്റെ ഫോളോ ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.